2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണം. G7 ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം. സൈപ്രസ് പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡ്യൂലിഡസിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി സൈപ്രസിലേക്ക് എത്തിയത്. പ്രസിഡൻഷ്യൽ പാലസിൽ നടന്ന ചടങ്ങിൽ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണമാണ് സൈപ്രസ് ഒരുക്കിയത്. വ്യാപാരം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സാംസ്കാരിക വിനിമയം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് സൈപ്രസ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. വിമാനത്താവളത്തിൽ തന്നെ പ്രത്യേകമായി സ്വീകരിച്ചതിന് സൈപ്രസ് പ്രസിഡന്റിന് മോദി നന്ദി പറഞ്ഞു. ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ സൈപ്രസ് ബന്ധത്തിന് ആക്കം കൂട്ടുമെന്നും വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സന്ദർശന വേളയിൽ സൈപ്രസിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ഊഷ്മളമായ വാത്സല്യത്തിനും പിന്തുണയ്ക്കും മോദി നന്ദി പറഞ്ഞു. സൈപ്രസുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മോദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ വരും കാലങ്ങളിലും തുടരുമെന്നും മോദി ഉറപ്പു നൽകി. കഴിഞ്ഞ 23 വർഷത്തിനിടെ സൈപ്രസിൽ സന്ദർശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യം കൂടിയാണ് സൈപ്രസ്. സന്ദർശനത്തെ ചരിത്രപരമെന്നും സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും സൈപ്രസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിന് പുറമെ അന്തർദേശീയ താൽപര്യത്തിനും അനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത്. മോദിക്കൊപ്പം 100ഓളം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും സൈപ്രസിലുണ്ടായിരുന്നു. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി, ക്രൊയേഷ്യൻ സന്ദർശനം എന്നിവയാണ് മോദിയുടെ ഇത്തവണത്തെ വിദേശ പര്യടനത്തിലുള്ളത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ജൂൺ 15-16 ദിവസങ്ങളിലായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും.